ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. ഗൗരഭാഗവത്തിലേക്ക് സ്വാഗതം. ഗൗരഭാഗവത്തിൻ്റെ അടുത്തൊരു ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരുവും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണ ലളിത ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനേ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാംബായ നഗരബ്രഹ്മദായിനി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ നമസ്തേ സാരസ്വതീ ദേവേ ഗൗരവാദി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ ശ്രീഭാഷവാനവി ദേവദേതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനിക ഭക്തിത ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനിക വിവിധ സിദ്ധാന്ത ഗ്രന്ഥഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രലംബരസാംബോധേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്താം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഭഗവതസ്യൈ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംബുജോ രാധാമദനമോഹനം. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാരഭ്യ സേവ്യമാനസ്മരാമി. ശ്രീമന്ദാസരസാരംഭി വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനെ ഗോപിർഗോപിനാഥ ശ്രീസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. മുഖം കരോതി വാചാലം പങ്കം ലങ്കായതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യേശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ഇന്ന് ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കാം, ഒരു 9 മണി വരെ. അത്രയും നേരം എടുക്കാൻ പറ്റുമോ നോക്കാം. ഹരേ കൃഷ്ണ. കുറച്ച് ദൂരയാത്ര കഴിഞ്ഞിട്ട് വരികയാണ്. ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, 9 മണി വരെ നമുക്ക് എടുക്കാൻ ശ്രമിക്കാം. ഗൗരഭാഗവതം ഗൗർപൂർണിമ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ചൈതന്യ മഹാപ്രഭു എപ്പോഴും അദ്വൈതാചാര്യന് ഒരുപാട് ബഹുമാനം കൊടുത്തിരുന്നു. കാരണം അദ്വൈതാചാര്യൻ എന്ന് പറയുന്നത്, അദ്വൈതാചാര്യരുടെ ഗുരു എന്ന് പറയുന്നത് മാധവേന്ദ്രപുരിയായിരുന്നു. മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണ് അദ്വൈതാചാര്യൻ. ഈ മാധവേന്ദ്രപുരിയുടെ ശിഷ്യനായ ഈശ്വർപുരിയുടെ ശിഷ്യനാണ് ചൈതന്യ മഹാപ്രഭു.
അതുകൊണ്ട് ഗുരുവിൻ്റെ സ്ഥാനത്തായിരുന്നു അദ്വൈതാചാര്യനെ കാണുന്നത്. പക്ഷെ അദ്വൈതാചാര്യനെ സംബന്ധിച്ചിടത്തോളം ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ സാക്ഷാത് ഭഗവാനാണ്. അതുകൊണ്ട് എപ്പോഴും അദ്വൈതാചാര്യർ ഭഗവാൻ ഒരുപാട് ബഹുമാനം കൊടുക്കാൻ നോക്കും, ഭഗവാന്റെ പാദത്തിൽ വീഴാൻ നോക്കും. പക്ഷെ അതൊന്നും ഭഗവാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്തായാലും ഭഗവാന്റെ കുറച്ച് വഴക്ക് ഞാൻ കേൾക്കണം എന്ന് അദ്വൈതാചാര്യർ തീരുമാനിച്ചു. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഭക്തിക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ പതഞ്ജലിയുടെ യോഗ പ്രക്രിയകളും യോഗാനുഷ്ഠാനങ്ങളും മായവാദ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈശ്വരൻ്റെ രൂപമില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുള്ള ഒരു സിദ്ധാന്തം അദ്വൈതാചാര്യൻ പറയാൻ തുടങ്ങി. അദ്വൈതാചാര്യൻ ആരാ? സാക്ഷാൽ മഹാവിഷ്ണുവും സദാശിവനും ഗുണം. ഇനി ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. പുതിയതായിട്ട് കേൾക്കുന്ന വ്യക്തി ഇതെന്തൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനാദ്യം മുതലുള്ള ലീലകൾ കേൾക്കുക, ഗൗരവ ഭാഗവതം ആദ്യത്തെ ഭാഗം മുതൽ കേൾക്കുക. ഇപ്പോൾ നമ്മൾ ഏകദേശം 10ാമത്തെ ഭാഗം അല്ലേ, അതോ 11? ഇത് നമ്മൾ എത്രാമത്തെ ഭാഗം വരെയായി? ഇത് എത്രാമത്തെ ഭാഗമാണ്? അത് ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന്. അങ്ങനെ ഭഗവാന്റെ കയ്യിൽ നിന്ന് കുറച്ച് വഴക്ക് കേൾക്കണം എന്ന് തന്നെ തീരുമാനിച്ചു. കാരണം പതഞ്ജലി യോഗ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. അതിൽ യമനിയമങ്ങളും പിന്നെ ആസന പ്രക്രിയകളും, ആസനങ്ങൾ, പല പല ആസനങ്ങളും, അതിൽ പിന്നെ പ്രാണായാമം ചെയ്യുന്നു. പ്രാണായാമത്തിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ധ്യാനത്തിലേക്ക് എത്തുന്നു. പക്ഷേ ധ്യാനിക്കേണ്ടത് ആരെയാണ് എന്ന് പറയുന്നില്ല. അതുകൂടാതെ മായവാദ സിദ്ധാന്തം എന്തായാലും അത് പൂർണ്ണമായിട്ടും അസഭ്യമാണ്. കാരണം അതിലൂടെ ഭക്തിപരമായിട്ട് ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം, ഭക്തിഭാവത്തെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്വൈതാചാര്യൻ സംസാരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? ഭഗവാന്റെ നിന്ന് കുറച്ച് വഴക്ക് കിട്ടണമല്ലോ. കാരണം എന്നെ എപ്പോഴും ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എനിക്ക് ഭഗവാനിൽ നിന്ന് കുറച്ച് വഴക്ക് കേൾക്കണമെന്ന് പറഞ്ഞ് മനഃപൂർവ്വം കുറച്ച് മായാവാദം കലർത്തിയുള്ള സംസാരിച്ചു. ഉടൻ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു വടി എടുത്തിട്ട് അടിക്കാൻ പോകുന്ന രീതിയിൽ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനത്തുള്ള അസഭ്യമായിട്ടുള്ള കാര്യമൊന്നും സംസാരിക്കരുത്. അങ്ങനെ ഭഗവാൻ കുറേ വഴക്ക് പറഞ്ഞു. ആ വഴക്കെല്ലാം കേട്ടപ്പോൾ അദ്വൈതാചാര്യന് വലിയ സന്തോഷമായി. ഇപ്പോൾ അങ്ങ് എന്നെ ഒരു ദാസനായിട്ട് അംഗീകരിക്കുന്നല്ലോ എന്ന് അദ്വൈതാചാര്യന് തോന്നി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ വെളിപ്പെടുത്തുകയാണ് ഭഗവാനാണെന്ന്. അങ്ങനെ അതിനെയാണ് മഹാപ്രകാശ ലീല എന്ന് പറയുന്നത്. അന്നേരം അങ്ങനെ ആ മഹാപ്രകാശ ലീല നടക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു മുരാരി ഗുപ്തയെ വിളിച്ചു. മുരാരി ഗുപ്ത ഓർമ്മയില്ലേ? ചൈതന്യ മഹാപ്രഭു മുരാരി ഗുപ്തയെടുത്ത് പറഞ്ഞിരുന്നു, നീ രാമനെ മറക്കണം, കൃഷ്ണനെ മാത്രം ധ്യാനിച്ചാൽ മതി, ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം മാത്രം ജപിച്ചാൽ മതി, കാരണം കൃഷ്ണനിലൂടെയാണ് രാമൻ വരുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ മുരാരി ഗുപ്തയ്ക്ക് അറിയാം സാക്ഷാൽ ശ്രീരാമൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും ഇദ്ദേഹം തന്നെയാണ്. അന്നേരം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നത്. അന്നേരം അതൊക്കെ അറിയാം. അന്നേരം അത് ഭഗവാൻ പറഞ്ഞപ്പോൾ അത് കേൾക്കാതിരിക്കാനും പറ്റത്തില്ല. പക്ഷെ മുരാരി ഗുപ്ത കുറേ ശ്രമിച്ചു രാമനെ മറക്കാനായിട്ട്, പക്ഷെ പറ്റുന്നില്ല. അവസാനം പിറ്റേന്ന് പറഞ്ഞു, ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷെ എനിക്ക് രാമനെ മറക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീയാണ് യഥാർത്ഥ രാമഭക്തൻ എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. അതെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്, അതായത് ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാനാണെന്ന് എല്ലാ ഭക്തരെയും കാണിക്കുകയാണ്. ആ സമയത്ത് മുരാരി ഗുപ്തയെടുത്ത് ഭഗവാൻ പറഞ്ഞു, നീ തന്നെയാണ് ഹനുമാൻ എന്ന്. രാമായണ ലീലയിൽ നീ ഹനുമാനാണെന്ന് പറഞ്ഞു. ആ ഹനുമാൻ തന്നെയാണ് നീ ഇപ്പോൾ മുരാരി ഗുപ്തയുടെ ഈ ശരീരത്തിലിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് പറയുക മാത്രമല്ല, മുരാരി ഗുപ്ത സ്വയം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഹനുമാന്റെ ശരീരമായിട്ട് മാറി എന്നുള്ളതാണ്. എന്നിട്ട് ഭഗവാന്റെ ദേഹത്തെ നോക്കിയപ്പോഴത്തേക്ക് ഭഗവാൻ ശ്രീരാമ രൂപത്തിലിരിക്കുകയായിരുന്നു ചൈതന്യ മഹാപ്രഭു, കയ്യിൽ വില്ലും അസ്ത്രങ്ങളും ഒക്കെ പിടിച്ചുകൊണ്ട്. ഇത് കണ്ടിട്ട് മുരാരി ഗുപ്ത ബോധം കെട്ട് വീണു എന്നുള്ള. പക്ഷെ കണ്ണു തുറന്ന് നോക്കിയപ്പം വീണ്ടും ആൾ മുരാരി ഗുപ്ത തന്നെയായിരുന്നു, ചൈതന്യ മഹാപ്രഭുവായിട്ട് തന്നെ നിൽക്കുകയാണ്. അവിടെ തന്നെ
ഹരിദാസ് ഠാക്കൂർജി ഉണ്ടായിരുന്നു. ഹരിദാസ് ഠാക്കൂർജി ഓർമ്മയില്ലേ? നമ്മൾ തുടക്കത്തിൽ പഠിച്ചു, സാക്ഷാൽ ബ്രഹ്മദേവൻ തപസ് ചെയ്യുകയാണ്. അദ്ദേഹം ബ്രഹ്മവിമോഹന ലീലയിൽ ഭഗവാന്റെ കൂട്ടുകാരെയും പശുക്കളെയും എല്ലാം അപഹരിച്ചു കൊണ്ടുവരുന്നു. അന്നേരം അതിന് പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹം അപേക്ഷിച്ചു, എനിക്ക് അങ്ങയുടെ ലീലയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഹരിദാസ് ഠാക്കൂർജിയോടുത്ത് ചൈതന്യ മഹാപ്രഭു പറയുകയാണ്, നിന്നെ 22 കമ്പോളങ്ങളിൽ അടിച്ചിരുന്നു നീ നാമജപം നിർത്താനായിട്ട്. ഓർമ്മയില്ലേ? ഹരിദാസ് ഠാക്കൂർജിയുടെ ആ ലീലയിൽ നമ്മൾ പഠിച്ചില്ലേ? അതായത് 22 കമ്പോളങ്ങളിൽ അടിക്കാൻ ഉത്തരവിട്ടിരുന്നു നവാബ്. കാരണം ഹരിദാസ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടും നിസ്കരിക്കുന്നതിന് പകരം നിങ്ങൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുകയാണ്, അതുകൊണ്ട് ജപിക്കുന്നത് നിർത്താൻ പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ അടിച്ചടിച്ച് നിന്നെ കൊല്ലുന്നതായിരിക്കും പറഞ്ഞു. പക്ഷെ ഹരിദാസ് ഠാക്കൂർ നാമജപം ഉപേക്ഷിച്ചിട്ടില്ല. അന്നേരം ശിക്ഷയായിട്ട് 22 കമ്പോളങ്ങളിലിട്ട് 28 അങ്ങാടികൾ കൊണ്ടുപോയി അടിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അടിക്കുന്ന സമയത്തും ഹരിദാസ് പ്രാർത്ഥിക്കുകയായിരുന്നു, ഭഗവാനെ ഇവരോടെല്ലാം ക്ഷമിക്കാൻ, ഇവർക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അതായത് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ കാര്യം പറയുന്ന പോലെ ഇവിടെ ഹരിദാസ് ഠാക്കൂറും 22 അങ്ങാടികളിൽ ഹരിദാസിനെ അടിച്ചിട്ട് പോലും അത് ആ അടിച്ചവരോട് ക്ഷമിക്കാൻ പറയിക്കാം. ഇവിടെ അതിനെക്കുറിച്ച് ചൈതന്യ മഹാപ്രഭു പറയുകയാണ്, നിന്നെ അവരടിക്കുന്ന സമയത്ത് നിന്നെ രക്ഷിക്കാനായിട്ട് പല പ്രാവശ്യം ഞാൻ അവിടെ വന്നു, പക്ഷെ നിന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ അടിയെല്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാന്റെ മുതുക് കാണിച്ചപ്പോൾ ദേഹം മുഴുവൻ ആ അടിയുടെ പാട് കാണുകയാണ് ഹരിദാസ്. ഇത് കണ്ടിട്ട് ഹരിദാസ് ബോധം കെട്ട് വീഴുകയാണ്. അന്നേരം എനിക്ക് വേണ്ടി ഭഗവാൻ എല്ലാ അടിയും കൊണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ ഹരിദാസിനത് സഹിക്കാൻ പറ്റിയില്ല. അന്നേരം സാധാരണ രീതിയിൽ ചാട്ട വെച്ച് ഒരു 3 അടി അടിക്കുമ്പോഴേ ആളുടെ ജീവൻ പോകും. അത്രയ്ക്ക് മൂർച്ചയേറിയ ചാട്ടമുണ്ട്, അതിൽ മുള്ളൊക്കെ വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ടാണ് അടിക്കുന്നത്. പക്ഷേ 22 അങ്ങാടികളിൽ അടിച്ചിട്ട് പോലും ഹരിദാസിനൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഓരോരോ ഭക്തർക്കും ഈ മഹാപ്രകാശ് ലീലയിൽ ഭഗവാൻ പറയുകയായിരുന്നു എങ്ങനെ ഭഗവാൻ അവരെ പല സന്ദർഭങ്ങളിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭഗവാൻ ഇങ്ങനെ തെളിയിക്കുമായിരുന്നു ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും ഇല്ല. കാരണം പ്രധാനമായിട്ടും ചൈതന്യ മഹാപ്രഭു ഭക്തനായിട്ട് തന്നെയല്ലേ വന്നിരിക്കുന്നു. ആരെങ്കിലും ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ, അതായത് ചൈതന്യ മഹാപ്രഭു അങ്ങ് തന്നെയാണ് ഭഗവാൻ, അങ്ങ് തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഉടനെ ചെവി പൊത്തും. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൃഷ്ണനൊന്നുമല്ല, ഞാൻ കൃഷ്ണൻ്റെ ഭക്തൻ മാത്രമാണ്. പക്ഷേ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു. കാരണം ഭഗവാൻ എന്തുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല? എല്ലാവരുടെ മുമ്പിലും ചില സമയത്ത് ഭഗവാൻ അത് വെളിപ്പെടുത്തും, പക്ഷേ കൂടുതൽ സമയത്തും ഭഗവാൻ ഭക്തന്റെ ഭാവത്തിൽ നിൽക്കാനാണ് ഭഗവാൻ ഇഷ്ടം. ഇനി വേറൊരു ലീലയിലേക്ക് നമുക്ക് കിടക്കാം. അദ്വൈതാചാര്യർ എല്ലാ ദിവസവും ഭാഗവതം പ്രഭാഷണം എടുക്കുമായിരുന്നു. ആ ഭാഗവതം കേൾക്കാനായിട്ട് പല പല ഭക്തരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒത്തുകൂടുമായിരുന്നു. പകലും രാത്രിയിലും ഭാഗവതം ഉണ്ടായിരുന്നു. അന്നേരം ചൈതന്യ മഹാപ്രഭുവിൻ്റെ മൂത്ത സഹോദരനുണ്ടല്ലോ, ജ്യേഷ്ഠൻ വിശ്വരൂപൻ, അതെല്ലാവർക്കും ഓർമ്മയുണ്ടോ? അതായത് ജഗന്നാഥ് മിശ്രയ്ക്കും ശശി ദേവിക്കും ജനിച്ച ആദ്യത്തെ മകൻ വിശ്വരൂപനായിരുന്നു. വിശ്വരൂപനെ കുറിച്ച് പിന്നെ നമ്മൾ ചർച്ച ചെയ്തില്ല. വിശ്വരൂപൻ പിന്നെ സന്യാസം എടുക്കുകയാണ്. ആ വിശ്വരൂപൻ എന്ന് പറയുന്നത് ബലരാമസ്വാമിയുടെ തന്നെ ഒരു അംശമാണ്. പക്ഷേ ബലരാമസ്വാമി പൂർണ്ണമായിട്ടും നിത്യാനന്ദ പ്രഭുവായിട്ടാണ് വന്നത്. പക്ഷേ ബലരാമസ്വാമിയുടെ ഒരു അംശമായിരുന്നു വിശ്വരൂപൻ, ഭഗവാന്റെ ചേട്ടനായിട്ട് വന്നത്. അങ്ങനെ ഇനിയിപ്പം പണ്ടത്തെ കാര്യം പറയുകയാണ്. അതായത് ജഗന്നാഥ് മിശ്ര ജീവിച്ചിരുന്ന സമയത്ത് വിശ്വരൂപൻ എല്ലാ ദിവസവും അദ്വൈതാചാര്യയുടെ ഭാഗവതം കേൾക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ശചി മാതയ്ക്ക് എപ്പോഴും വിഷമമായിരുന്നു.
പേടിയായിരുന്നു. കാരണം ഇങ്ങനെ ഭാഗവതം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ മകൻ വിശ്വരൂപൻ സന്യാസം എടുത്താലോ എന്ന്. അന്നേരം ആ സമയത്ത് ശചിമാത ചൈതന്യ മഹാപ്രഭു കൊച്ചു നിമായെടുത്ത് പറയുമായിരുന്നു, മോനെ ചെല്ലു, നിന്റെ ചേട്ടനെ വിളിച്ചോണ്ട് വരുമെന്ന്. ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു. അന്നേരം ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു ഒരു 2-3 വയസ്സും കണ്ടേ ഉള്ളൂ. അന്നേരം കളിയുടെയും കളി തമാശ, അങ്ങനെ കളിയും ചിരിയും തമാശയായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഭഗവാൻ. അതിൻ്റെ ഇടയിലാണ് ഒരു ഭഗവാൻ ഇങ്ങനെ ദേഹം മുഴുവൻ അഴുക്കായിട്ടും ഇരിക്കുകയാണ്. അന്നേരം ഒരു 5-6 വയസ്സ്, അത്രയും പ്രായമായിരിക്കും. അന്നേരം ആ ഭഗവാൻ നേരെ അദ്വൈതാചാര്യരുടെ വീട്ടിൽ ചെല്ലും. എന്നിട്ട് ചേട്ടനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അമ്മ വിളിക്കുന്നു. വിശ്വരൂപൻ ആ സമയത്ത് 10-12 വയസ്സായിരുന്നു. പക്ഷെ ഭാഗവതം കേൾക്കുന്ന വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഭഗവാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഭഗവാനെ നോക്കുമായിരുന്നു. എന്നിട്ട് ഗുരുമഹാരാജ് ഇവിടെ പറയുന്നു, വിശ്വരൂപനെയും കാണാൻ വലിയ സുന്ദരനായിരുന്നു. അന്നേരം ഇവിടെ പറയുന്ന സാക്ഷാൽ ബലരാമസ്വാമിയുടെ തന്നെ ഒരു അംശമായിരുന്നു വിശ്വരൂപൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ശചിമാതയ്ക്ക് എപ്പോഴും ഭയമായിരുന്നു, ഈ അദ്വൈതാചാര്യരുടെ ഭാഗവതം കേട്ട് എൻ്റെ മകൻ സന്യാസിയാവുന്നു. എന്നിട്ട് അദ്ദേഹം കാരണം എൻ്റെ മകന് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ എപ്പോഴും അദ്വൈതാചാര്യനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ സന്യാസം എടുത്തതിന് ശേഷം ശചിമാതയ്ക്ക് എപ്പോഴും അദ്വൈതാചാര്യരോട് ഒരു ദേഷ്യമാണ്. അപ്പോൾ ഒരിക്കൽ എന്ത് പറ്റി, ഭക്തർക്കെല്ലാം ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കൃഷ്ണപ്രേമം കൊടുക്കുകയാണ്. അപ്പം ഭക്തർ ഇടയ്ക്ക് ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിച്ചോ, ഭഗവാനെ അങ്ങ് എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുക്കുന്നു, പക്ഷെ അങ്ങയുടെ അമ്മയ്ക്ക് കൃഷ്ണപ്രേമം കൊടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതെന്താ അത് അങ്ങ് കൊടുക്കാത്തതെന്ന് പറഞ്ഞു. എത്ര വലിയ ഭാഗ്യവതിയാണ്, അങ്ങേ തന്നെ മകനായിട്ട് ലഭിച്ചു. അതുകൊണ്ട് അങ്ങയുടെ അമ്മയ്ക്ക് എന്തുകൊണ്ട് കൃഷ്ണപ്രേമം കൊടുക്കുന്നില്ല എന്ന്, അങ്ങയുടെ അമ്മ ഇത്രയും നല്ല ഭക്തിയല്ലേ എന്ന്. ഉടനെ ഭഗവാൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരിക്കലും കൃഷ്ണപ്രേമം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം എൻ്റെ അമ്മ വലിയൊരു അപരാധം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എല്ലാവർക്കും വലിയ അത്ഭുതമായി. അങ്ങയുടെ അമ്മ അപരാധം ചെയ്തെന്നോ? അങ്ങ് എന്താ പറയുന്നത്? അന്നേരം പറഞ്ഞു, എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ ചേട്ടന് വേണ്ടി അദ്വൈതാചാര്യരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. അദ്വൈതാചാര്യൻ വലിയൊരു ഭക്തനാണ്. ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട്, ആ ഭക്തനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് അതൊരു വലിയൊരു അപരാധമാണ്. ആ അപരാധ കാരണം ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും കൃഷ്ണപ്രേമം നൽകുന്നില്ല. അപ്പോൾ എല്ലാ ഭക്തരും കൂടെ ചേർന്ന് അഭ്യർത്ഥിച്ചു, ആ അപരാധത്തിന് അങ്ങ് മാപ്പ് കൊടുക്കണം. അന്നേരം ഉടനെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എൻ്റെ അമ്മ അദ്വൈതാചാര്യരുടെ മുമ്പിൽ മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൃഷ്ണപ്രേമം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ശചിമാതയുടെ അടുത്ത് എത്തി. അമ്മയും കൂട്ടിക്കൊണ്ടുപോയി. അമ്മയും കൂട്ടി നേരെ അദ്വൈതാചാര്യരുടെ അടുത്തേക്ക് എത്തി. അദ്വൈതാചാര്യ ചോദിച്ചു, എന്താ എല്ലാവരും ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എൻ്റെ അമ്മ വലിയൊരു അപരാധം ചെയ്തിട്ടുണ്ട് അങ്ങേക്കെതിരായിട്ട്, അതുകൊണ്ട് അങ്ങ് മാപ്പ് നൽകണമെന്ന് പറഞ്ഞു. അമ്മ മാപ്പ് ചോദിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഉടനെ അദ്വൈതാചാര്യ പറഞ്ഞു, അങ്ങയുടെ അമ്മ ശചിദേവി എന്നോട് എന്ത് അപരാധമാണ് ചെയ്യാൻ കഴിയുക? ഞാൻ വെറും ഒരു പുഴുവാണ്, ഞാൻ വെറും തുച്ഛനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ എത്ര വലിയ ഭാഗ്യവതിയാണ് ശചിദേവി, അങ്ങയുടെ അമ്മയാണ്. അന്നേരം എങ്ങനെയാണ് അപരാധം ചെയ്യാൻ കഴിയുക?
അങ്ങനെ ശചി മാതയുടെ ഓരോരോ ഗുണങ്ങളെക്കുറിച്ച് അദ്വൈതാചാര്യൻ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് അദ്വൈതാചാര്യക്ക് രോമാഞ്ചം വന്നു. എന്നിട്ട് ആ രോമാഞ്ചത്താൽ അദ്വൈതാചാര്യ ബോധം കെട്ടു വീണു. അന്നേരം ഉടനെ ബോധം കെട്ട് വീണ് കിടന്നപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അദ്വൈതാചാര്യർ ഒരിക്കലും അമ്മയ്ക്ക് മാപ്പ് തരുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അപരാധമായിട്ട് അതിനെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അതൊരു അപരാധം തന്നെയാണ്. അതുകൊണ്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇപ്പോൾ ആൾ ബോധം കെട്ട് കിടക്കണം, അദ്ദേഹത്തിൻ്റെ പാദധൂലി എടുത്ത് ശിരസിലണിയാമെന്ന് പറഞ്ഞു. അതോടുകൂടി എല്ലാ അപരാധങ്ങളും മാപ്പാവുന്നു. ഉടൻ തന്നെ ശചിമാത എന്ത് ചെയ്തു? അദ്വൈതാചാര്യരുടെ പാദത്തിൽ നിന്നും കുറച്ച് മണ്ണ് വാരി തലയിലിട്ടു നിന്നു. ഉടൻ തന്നെ ചൈതന്യ മഹാപ്രഭു ശചിമാതയ്ക്ക് കൃഷ്ണപ്രേമം നൽകി. ഒന്ന് ആലോചിച്ച് നോക്കണം, ചൈതന്യ മഹാപ്രഭു സ്വന്തം അമ്മയ്ക്ക് പോലും കൃഷ്ണപ്രേമം നൽകുന്നില്ല, പിന്നെ നമ്മളൊക്കെ ആരാണ് അല്ലേ? എന്നിട്ട് നമ്മൾ വിചാരിക്കും കൃഷ്ണപ്രേം, അതായത് ശചിമാത എന്ന് പറയുന്നത് സാക്ഷാൽ യശോദ അമ്മയല്ലേ? അന്നേരം കൃഷ്ണപ്രേമം ലഭിക്കാതെ പിന്നെ എങ്ങനെയാണ് യശോദ അമ്മ ഭഗവാന്റെ നിത്യപാർഷദയായത്? അങ്ങനെ പല കൺഫ്യൂഷനും വരും. അന്നേരം ഇത് നമുക്കൊരു പാഠമാണ്. ശചിമാത സാക്ഷാൽ യശോദ അമ്മയാണ്. യശോദ അമ്മയ്ക്ക് ശചിമാതയ്ക്ക് കൃഷ്ണപ്രേമം ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു പാഠമാണ്, അതായത് ഭഗവാൻ അത്രയ്ക്ക് സീരിയസ് ആണ്. അതായത് നമ്മൾ വൈഷ്ണവ അപരാധം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും കൃഷ്ണപ്രേമം കിട്ടാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂറിനെ പരീക്ഷിക്കാമെന്ന് കരുതി. ഓക്കെ, ഒരു ഭക്ത പറയുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ. അതായത് ചൈതന്യ മഹാപ്രഭു യശോദ അമ്മയ്ക്ക്, അതായത് യശോദ അമ്മയുടെ അവതാരമാണ് ശചിമാത. അന്നേരം സ്വന്തം അമ്മയായ ശചിമാതയ്ക്ക് കൃഷ്ണപ്രേമം നൽകത്തില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. കാരണം എന്താ? അദ്വൈതാചാര്യർക്കെതിരെ അപരാധം ചെയ്തു. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശചിമാതയ്ക്ക് കൃഷ്ണപ്രേമം ഇല്ല എന്നാണോ? കൃഷ്ണപ്രേമം ഉണ്ട്. ഭഗവാന്റെ അമ്മയാണ്, യശോദ അമ്മയാണ്. പക്ഷേ ആ ലീലയുടെ ഭാഗമായിട്ട് ചൈതന്യ മഹാപ്രഭു നമുക്കൊരു പാഠം നൽകുകയാണ്. നമ്മൾ ഭക്തരെ വേദനിപ്പിക്കുകയോ ഭക്തരെ വിഷമിപ്പിക്കുകയോ ഭക്തരെ കുറിച്ച് കുറ്റം ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ സ്വന്തം അമ്മയടുത്ത് പോലും ഇത്രയും സ്ട്രിക്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ള വ്യക്തികളോട് എത്ര സ്ട്രിക്റ്റ് ആയിരിക്കും? അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും ഭക്തിയിൽ പുരോഗമിക്കാനുള്ള അവസരം നൽകും. പക്ഷേ നമ്മൾ അപരാധം ചെയ്യുകയാണെങ്കിൽ പിന്നെ എല്ലാ കാരുണ്യവും ഭഗവാൻ തടയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അപരാധങ്ങൾ ചെയ്യരുത്, ഭക്തരെക്കുറിച്ച് കുറ്റം പറയരുത്. അതാണ് ഏറ്റവും വലിയ തടസ്സം ഭക്തിക്ക്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സംഭവമല്ല. നമുക്കിപ്പോൾ ഭഗവാൻ കൃഷ്ണനോട് എന്തെങ്കിലും ഒരു താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യമാണ്. ഇനിയും പക്ഷെ ആ താല്പര്യം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഭഗവാനോടുള്ള ആസക്തി ഇനിയും വർദ്ധിക്കണം. നാമം ജപിക്കാനുള്ള താല്പര്യം വർദ്ധിക്കണം, സേവനം ചെയ്യാനുള്ള താല്പര്യം വർദ്ധിക്കണം. ആ താല്പര്യം വർദ്ധിക്കുന്നതിനും ആ സേവനം ചെയ്യാൻ അവസരം കിട്ടണം. ഇപ്പോൾ
നമ്മൾ ആശ്രമത്തിൽ പല പല സേവനങ്ങൾ അതൊക്കെ ഉണ്ട്, പല ഉത്സവങ്ങളും വരുന്നുണ്ട്. പല വ്യക്തികൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഭഗവാന്റെ കാരുണ്യം കിട്ടിയില്ല. അതാണ് സത്യം. അല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞിട്ടും അവർക്ക് വരാൻ കഴിയാത്ത എന്തുകൊണ്ട്? കാരുണ്യം കിട്ടിയിട്ടില്ല. കാരണം ഇതേപോലെ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ അപരാധങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ അപരാധങ്ങൾ ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ സേവനത്തിനുള്ള അവസരം നഷ്ടപ്പെടുന്നത്, ഭക്ത കൂട്ടായ്മയിൽ വരാൻ കഴിയാത്തത്, നാമം ജപിക്കാൻ ബുദ്ധിമുട്ടുന്നത്. പക്ഷെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ് നമ്മൾ യാചിക്കേണ്ടത്. അല്ലാതെ വരാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് നമുക്കിങ്ങനെയൊക്കെയാണ്, നമുക്കിങ്ങനെയായിപ്പോയി, അങ്ങനെയായിപ്പോയി, ഇതുകൊണ്ടാണ് വരാത്തത്, അതുകൊണ്ടാണ് വരാത്തത്, ഇതുകൊണ്ട് വരാത്തത്, അതുകൊണ്ട് വരാത്തത് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊന്നും അല്ല കാരണം. ഭഗവാൻ നമ്മൾ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് വരാൻ തോന്നാത്തത് പോലും. വേറെ പലതും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ഭഗവാനോട് യാചിക്കുക, ഭഗവാനോട് ഭിക്ഷ യാചിക്കുക. നാമം ജപിക്കാൻ അവസരം നൽകണേ, ഭക്ത കൂട്ടായ്മയിൽ നിന്ന് സേവനം ചെയ്യാൻ അവസരം നൽകണമേ എന്ന് നമ്മൾ അപേക്ഷിക്കണം. അതും പോരാഞ്ഞ് ഒരു ഭക്ത പറയുന്നു, അല്ല സ്വാമി യോഗ്യതയില്ല. ആ യോഗ്യത എങ്ങനെയാണ് വരുന്നത്? ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ വരുന്നത്. കലിയുഗത്തിൽ ആരും യോഗ്യരല്ല. താല്പര്യം വേണം, പ്രാർത്ഥന വേണം, ഭഗവാന്റെ കാരുണ്യം വേണം. ഭഗവാന്റെ കാരുണ്യത്തിനായിട്ട് നമ്മൾ യാചിക്കണം. നമ്മൾ ആ കാരുണ്യത്തിനായിട്ട് യാചിക്കുന്നില്ല എങ്കിൽ, താല്പര്യമില്ല എങ്കിൽ പിന്നെ ഭഗവാൻ എന്തിന് കാരുണ്യം നൽകണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ അപരാധങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കാരുണ്യം ലഭിക്കുന്നില്ല. കാരുണ്യം ലഭിക്കാത്തതുകൊണ്ട് നമുക്ക് ഭക്തിയിൽ വരാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ തുടർച്ചയായിട്ട് തടസ്സങ്ങളായിരിക്കും. ഞാൻ എത്രയോ നമ്മുടെ സത്സംഗത്തിൽ വരുന്ന പല ഭക്തരെയും കണ്ടിട്ട് അവർ ഈ ഭക്തിയിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നിസ്സഹായനായിട്ട് അവരും നോക്കി നിൽക്കുകയാണ്, ഞാനും നോക്കി നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഭഗവാന്റെ കാരുണ്യം ഭഗവാൻ പിന്മാറ്റി എന്നുള്ളതാണ്. ഭഗവാന്റെ കാരുണ്യം എല്ലാം ഭഗവാൻ മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാരുണ്യം ഭഗവാൻ മാറ്റിയതുകൊണ്ട് പിന്നെ അവർക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു നിമിഷമെങ്കിലും നമുക്ക് ഭക്ത കൂട്ടായ്മയിൽ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ വലിയൊരു കാരുണ്യമാണ്. ഇനി കാരുണ്യം ലഭിച്ചിട്ട് അതിൻ്റെ മഹത്വം, കാരുണ്യം ലഭിച്ചിട്ടും നമുക്ക് അതിൻ്റെ മഹത്വം അറിയുന്നില്ല എങ്കിൽ വീണ്ടും ആ കാരുണ്യം നഷ്ടപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ ഉറപ്പായിട്ടും നടത്തും. പക്ഷെ പല പ്രാവശ്യവും നമുക്ക് ആ കാരുണ്യത്തിൻ്റെ മഹത്വം മനസ്സിലാവുന്നില്ല, പിന്നെ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ കുറേ ഇതിനകത്ത് നമ്മൾ പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഭക്ത കൂട്ടായ്മയിൽ നിന്ന് ഭഗവാന്റെ സേവനം ചെയ്യാൻ ഒരു അവസരം കിട്ടുക, ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് ഭഗവാന്റെ വലിയൊരു കാരുണ്യമാണ്. ആ കാരുണ്യം കിട്ടിയിട്ടും നമുക്ക് ആ കാരുണ്യത്തിൻ്റെ മഹത്വം മനസ്സിലാവുന്നില്ല എങ്കിൽ ഒരു ഭക്തൻ പറയുന്നു, കുറച്ചെങ്കിലും കാരുണ്യം ഉള്ളത് കൊണ്ടല്ലേ ദിവസവും ജപിക്കുകയും വിഗ്രഹസേവ ചെയ്യാൻ തീരുക. തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ അതിൽ സന്തോഷിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് മതി. നമ്മളതിൽ ഹാപ്പി ആണെങ്കിൽ ഓക്കെ, അവിടെ തന്നെ എന്നുള്ളൂ. പിന്നെ അടുത്തതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഇതിലേക്ക് വരണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വേണം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തോന്നും നമ്മൾ കറക്റ്റാണ്, ഇനി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്ന്. അത് നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അന്നേരം അതിനു വേണ്ടിയാണ് ഒരു ഗുരു നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. പക്ഷേ ആ ഗുരു പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറല്ലാതെ, ഗുരുവായിട്ട് ഒരു കോണ്ടാക്റ്റും വെക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്തി പരിശീലിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പിന്നെ അവിടെ ഗുരുവിൻ്റെ ആവശ്യമില്ലല്ലോ. കണ്ണടച്ച് നമുക്ക് ഒരിക്കലും ഇരുട്ടാക്കാൻ കഴിയില്ല. ഒരു ടീച്ചർ നമ്മളെ പഠിപ്പിച്ചിരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അതിന് പകരം നമുക്ക് കിട്ടിയ മാർക്കിൽ നമ്മൾ സംതൃപ്തരായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പുരോഗമിക്കാൻ കഴിയുന്നത്?
കാരണം നമ്മൾ പല പല കാരണങ്ങളും പറയുന്നു, ഇതാണ് അതാണ് അതാണെന്നൊക്കെ പറയുന്നു. മരണത്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് കാരണമാണ് പറയുന്നത്? നമ്മളെല്ലാം മരണത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മരണം കൺമുന്നിൽ വരുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും അവരോട് പറയുന്നത്? അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ ഗോലോകത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പുകൾ ചെയ്തോ? ഞാൻ വെറുതെ പറയും, നിങ്ങളാരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇന്ന് ഈ നിമിഷം മരണം നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ, അതോ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയോ? ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയാണോ അത് തന്നെയായിരിക്കും ഒരു ദിവസം മരണം വരുമ്പോൾ. മരണം വരുമ്പോഴും ഇതേപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴേ മാറ്റേണ്ടത്. കാരണം 24 മണിക്കൂറും നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നോ, ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ. അതുകൊണ്ട് തുടക്കത്തിലൊക്കെ ഞാൻ എല്ലാവരോടും വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത്, എന്തുകൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നു. പക്ഷെ അവർക്ക് പോലും മനസ്സിലാവുന്നില്ല. അവരെന്നെ പോലും ഒരു ശത്രുവായിട്ട് കാണുന്ന പറ്റി ഞാൻ ഒന്നും പറയാറില്ല ഇപ്പോൾ. സ്വാമിജി ഇതുകൊണ്ടാണ്, ഗുരുദേവ് ഇതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. ഗുരുദേവ് ഞാൻ ഇത് ചെയ്യുന്നത് വളരെ നല്ല കാര്യം, വെരി ഗുഡ്, പ്ലീസ് കണ്ടിന്യൂ. കാരണം അവർക്ക് യഥാർത്ഥ സത്യത്തെ അറിയാൻ താല്പര്യമില്ല, യഥാർത്ഥ തത്വം ഫോളോ ചെയ്യാൻ താല്പര്യമില്ല. അവർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് ഫോളോ ചെയ്യാനാണ്. നമുക്ക് ഈ ലോകത്ത് എന്തും ചെയ്യാം. ദേവന്മാരായിട്ട് നമുക്ക് ജീവിക്കാം, അസുരന്മാരായിട്ടും ജീവിക്കാം, അല്ലേ? ഇനി ഭക്തരായിട്ട് വേണമെങ്കിൽ ഭക്തരാകാം. ഭക്തരാകാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഭക്തി പരിശീലിക്കാം. ഈ ജന്മത്തിൽ തന്നെ ഗോലോകത്ത് പോകാൻ താല്പര്യമില്ല, ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ജന്മത്തും പോകാൻ താല്പര്യമില്ല, ഓക്കെ, കുഴപ്പമില്ല. 10 ജന്മം കഴിച്ചിട്ടും പോകാൻ താല്പര്യമില്ല, ഓക്കെ, കുഴപ്പമില്ല. 100 ജന്മം കഴിച്ചിട്ടും താല്പര്യമില്ല, കുഴപ്പമില്ല. 1000 ജന്മം, കോടി ജന്മം കഴിച്ചിട്ടും താല്പര്യമില്ല, ഓക്കെ, കുഴപ്പമില്ല. ഒന്നാലോചിച്ചു. ഇത് തന്നെയാണ് നമ്മൾ എത്ര ജന്മങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജന്മം ഇത് തന്നെ ചെയ്തത്, അതിൻ്റെ മുമ്പിലത്തെ ജന്മം ഇത് തന്നെയായിരുന്നു, അതിൻ്റെ മുമ്പിലത്തെ ജന്മവും കോടാനുകോടി ജന്മങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് തുടരാൻ താല്പര്യക്ക്. പിന്നെ നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് പിന്നെ എന്താ പ്രയോജനം? എപ്പോഴും മനസ്സിലാക്കുക, ഭഗവാനല്ല നമ്മുടെ കൈകൾ കെട്ടിവെച്ചിരിക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മുടെ കൈകൾ കെട്ടിവെച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ വളരെ തീവ്രമായിട്ടുള്ള ആഗ്രഹം വേണം കെട്ടുകളെയൊക്കെ പൊട്ടിക്കാൻ. അപ്പോഴാണ് ഭഗവാൻ നമ്മളെ ആ കെട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു രോഗമുണ്ടെങ്കിൽ ഡോക്ടർ വളരെ സ്ട്രോങ് ആയിട്ട് പറയും, ഇനി നിങ്ങൾ, അതായത് ഒരു ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തിയെടുത്ത് പറയും, ഇനി നിങ്ങൾ മധുരം കഴിച്ചാൽ നിങ്ങൾ തട്ടിപ്പോകും, കഴിക്കരുത് എന്ന് പറയുമ്പോൾ ആ പേഷ്യൻറ്റിന് ആ ഡോക്ടറിനോട് വിരോധം തോന്നും. എന്താണ് ഈ ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നത്? നമ്മൾ ഇച്ചിരി മധുരം കഴിച്ചെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ പ്രശ്നം? ഡോക്ടർ പറയും, നിങ്ങൾ കഴിക്കുന്നത് ശരിയല്ല, കഴിക്കാൻ പാടില്ല. മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഡോക്ടറിന് കാണാൻ പറ്റുന്നുണ്ട് എങ്ങോട്ടായി പോക്കുന്നു. പക്ഷെ പേഷ്യൻ്റ് ഡോക്ടറിനെ തന്നെ ഒരു ശത്രുവായിട്ട് കാണുകയാണ്. അവസാനം പിന്നെ ഡോക്ടർ എത്തിയും, ശരി, നിങ്ങളുടെ ഇഷ്ടം, പറയാനല്ലേ നമുക്ക് പറ്റും, നിർബന്ധിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഭഗവാൻ പോലും ആരെയും നിർബന്ധിക്കുന്നില്ല. അതും ആൾക്കാർ പറയുന്നുണ്ട്. ഭക്തിയിൽ ഇങ്ങനെ ആവണമെന്നൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല, എല്ലാം ഒരു കണക്കിന് മതി. ഭഗവാൻ പോലും നിർബന്ധിക്കാറില്ലല്ലോ. സത്യമാണ്, ഭഗവാൻ നിർബന്ധിക്കാറില്ല. എന്തിനു നിർബന്ധിക്കണം? നിർബന്ധിപ്പിച്ച് ആരെങ്കിലും സ്നേഹിപ്പിക്കുന്നത് അതൊരു ശരിയായിട്ടുള്ള ഒരു രീതിയാണോ? അതുകൊണ്ട് ഭഗവാൻ നിർബന്ധിക്കുന്നില്ല. ഭക്തർ മാത്രമേ എപ്പോഴും നിർബന്ധിക്കുകയുള്ളൂ. ഭഗവാൻ ഒരിക്കലും നിർബന്ധിക്കും. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ വളരെ പോയിന്റായിട്ടേ സംസാരിക്കുന്നുള്ളൂ. ഭഗവാൻ വളരെ വിശദമായിട്ട് ഇത് ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഭഗവാന് പറയാൻ താല്പര്യമില്ല. ആരെയും നിർബന്ധിക്കാൻ ഭഗവാന് താല്പര്യമില്ല.
ഭഗവാൻ വേണമെങ്കിൽ കറക്റ്റ് ഭഗവത്ഗീതയിൽ തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം കറക്റ്റായിട്ട് കൊടുത്തൂടെ? ഗോലോക വൃന്ദാവനത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തൂടെ? എന്നിട്ട് എനിക്ക് വേണ്ടി നീ ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വളരെ ഭക്തിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഡയറക്റ്റ് പറഞ്ഞുകൂടെ? അതെല്ലാം ഇൻഡയറക്ട്ലി പറയുന്നുള്ളൂ. എന്തുകൊണ്ട്? ഭഗവാന് താല്പര്യമില്ല പറയാൻ, നിർബന്ധിക്കാൻ താല്പര്യമില്ല. ഒറ്റ ശ്ലോകത്തിലെല്ലാം ഒതുക്കി. സർവധർവാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ മന്മനാഭവ ഭക്ത മധ്യാജീവം നമസ്കരു, നീ എൻ്റെ ഭക്തനാവും. അങ്ങനെ കുറച്ച് ശ്ലോകങ്ങളിലൂടെ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. അതും ഭക്തിയെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല. അവിടെ ധർമ്മം സ്ഥാപിക്കണം, ഡ്യൂട്ടി ചെയ്യാൻ ഭഗവാൻ മന്ത്രി. ഭഗവാനായിട്ട് ഈ ലോകത്തിൽ ഒരു ഡ്യൂട്ടി ഇല്ല. പക്ഷെ എന്തോ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി വന്നു. അതിനോടൊപ്പം ഭക്തിപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുക. അത്രയേ ഉള്ളൂ. ചൈതന്യ മഹാപ്രഭു വന്നപ്പോഴാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ഭക്തി ഇമ്പോർട്ടൻ്റ്. അതിനു മുമ്പേ ഭാഗവതം എഴുതി വ്യാസമഹർഷി, എന്നിട്ടും ആർക്കും മനസ്സിലാവുന്നില്ല ഭാഗവതം. അതുകൊണ്ട് ഇത് സത്സംഗം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സ്വയം നമ്മളോട് തന്നെ ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇത്രയും കാലം ഞാൻ ചെയ്ത് ടൈം പാസ് അല്ലേ? ഇനി മുന്നോട്ടും ടൈം പാസ് തന്നെ ചെയ്യാനാണോ താല്പര്യം എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. എന്നിട്ട് ഒറ്റയടിക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയുന്നില്ലെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒരിക്കലും കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കരുത്. നമ്മൾ നാളെ മതി, ലേറ്റായിട്ടില്ല, ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മരണം വരുമ്പോൾ പിന്നെ ഒന്നിനും സമയം കാണത്തില്ല. ഒരു ജന്മം കൂടി നമ്മൾ വെറുതെ കളഞ്ഞു കുളിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം ഫോളോ ചെയ്യുന്നു എന്നത് അത് നിങ്ങളുടെ വിഷയമാണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കാണ് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. നിങ്ങളത് ഫോളോ ചെയ്തില്ലെങ്കിലും നഷ്ടം ആർക്കാ? അവരവർക്ക് തന്നെയാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഫോളോ ചെയ്യുന്നത്, അല്ലാതെ ഇതൊരു ഊഹാപോഹങ്ങളല്ല. അത് ദയവായി ചെയ്ത് എല്ലാവരും മനസ്സിലാക്കും. പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ വളരെ വിചിത്ര ലോകമാണ്, വളരെ ഡേഞ്ചറസ് ലോകമാണ്. ഇന്ന് ഞാൻ കുറച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശിഷ്യരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ ലോകം എത്ര ഡേഞ്ചറസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാം? എത്ര വിചിത്രമായിട്ടുള്ള ലോകമെന്നറിയാം? ഈ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞതാ, നോർത്ത് നമ്മുടെ കേരളത്തിൽ ഒരു പയ്യൻ കഞ്ചാവ് അടിക്കാൻ കാശ് കൊടുക്കാത്തതിന് സ്വന്തം അമ്മയെ കൊല്ലുകയാണല്ലോ. എന്താ പറയുക? ഈ അമ്മയാണെങ്കിൽ തലേ ദിവസം ഒരു സർജറിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. വയറ്റിനകത്തൊരു മുഴ കാരണം അതിൻ്റെ തയ്യലും ഒക്കെ ആയിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്തോ കാര്യത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ 1000 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് അവിടെ പാവം കിടക്കുക. എന്നിട്ട് ഈ പയ്യനാണെങ്കിൽ 15-16 വയസ്സായപ്പോൾ ഡ്രഗ്സിന് അടിമയായി, ഇതായി അവനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി അവിടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുക. 3-4 വർഷമായിട്ട് അവൻ്റെ എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. അവസാനം അവനെ കൊണ്ടുവന്നു, എങ്ങനെയൊക്കെയോ മരണത്തിൻ്റെ വക്കിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ കാണുന്ന എന്താ, ഒരാളുടെ കയ്യിൽ നിന്ന് അമ്മ 1000 രൂപ മേടിച്ചതായിട്ട് കണ്ടു. എന്നിട്ട് ഈ പയ്യൻ ആ അമ്മയടുത്ത് ചോദിക്കുക, എനിക്ക് 1000 രൂപ തരാൻ. അപ്പോൾ അമ്മ ആ കീറിയ വയറ് കാണിച്ചിട്ട് പറയുക, ഈ വയറ് നീ കണ്ടോ? 10 മാസം നിന്നെ ചുമന്ന വയറാണ്. ഈ വയറ് ഇങ്ങനെ ആയി എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നാലോചിച്ചു. ഇത് പറഞ്ഞ ഉടനെ അവൻ എന്താ ചെയ്തെന്നറിയാം? ഒരു വെട്ടുകത്തി കൊണ്ടുവരിക. ആദ്യം അമ്മയുടെ കൈ വെട്ടി, അടുത്ത കൈയും വെട്ടി, കാല് വെട്ടി, അമ്മയുടെ വയറ് കൊത്തിക്കീറിയുന്നുള്ളൂ, കഴുത്തും വെട്ടിയുന്നുള്ളൂ. ഈ ലോകത്താണോ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ലോകത്താണോ നിങ്ങൾ സന്തോഷം പ്രതീക്ഷിക്കുന്നു? എന്നാലോചിച്ചു.
ഈ ഇടയ്ക്ക് ഒരു പയ്യനെ എത്രയോ പയ്യന്മാർ ചേർന്ന് ഇടിച്ചു കൊന്നിരിക്കുന്നു. സോ ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകാൻ തോന്നും. വേറൊരു സ്ഥലത്ത് വീട്ടിൽ കൊച്ചു മരിച്ചു കിടക്കുന്നു പറഞ്ഞിട്ട് അമ്മ കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുന്നു. പോലീസ് അന്വേഷണത്തോടുകൂടി അന്വേഷണം വന്നു നോക്കുമ്പോൾ കൊച്ചിൻ്റെ തല പൊട്ടിച്ചതറി കിടക്കുകയാണ്. സ്കല്ലെന്ന് പറയുന്നൊരു സാധനമില്ല. കൈയിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും ഒക്കെ ഇങ്ങനെ കരച്ചുകൊണ്ടിരിക്കുന്നു, അമ്മയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം പോലീസുകാർക്ക് വലിയ സംശയം, കാരണം അവിടെ വേറെ ഒന്നും കാണുന്നില്ലെന്നുള്ളതാണ്. അവിടെ 5-6 വയസ്സുള്ള കുട്ടിയാണ്. അവിടെയൊക്കെ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. എന്താ പുറത്തുനിന്ന് ആരും വന്നായിട്ട് ഒന്നും കാണുന്നില്ല. പിന്നെ CCTV നോക്കിയപ്പോൾ ഏതോ ഒരു പെൺകുട്ടി അകത്തോട്ട് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ സംഭവം എന്താ പിന്നെയാ മനസ്സിലാകുന്നത്, ഈ പെൺകുട്ടിക്ക് ഈ അമ്മയായിട്ട് ശാരീരിക ബന്ധം, പെണ്ണുമായിട്ട്. ഇത് ഈ കുട്ടി, അതായത് സ്വന്തം അമ്മ വേറൊരു പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നത് സ്വന്തം കുട്ടി സ്കൂളിൽ നിന്ന് വന്നപ്പം കാണിക്കുന്നു. അത് കണ്ടതിന് സ്വന്തം അമ്മ ആ കുട്ടിയെ പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചിടിച്ച് കൊല്ലുകയാണ്. മുഖം ഭിത്തിയിൽ ഇടിച്ചിടിച്ച്. എന്തോ ഈ ലോകത്ത് നടക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ചു. എന്ത് ലോകമാണ് ഈ ലോകത്താണോ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് അത്ഭുതം തോന്നുകയാണ്, നമ്മൾ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്നു. ആൾക്കാരെയൊക്കെ ഒന്ന് ആസിഡിനകത്തിട്ട് എല്ല് പോലും ഡൈല്യൂട്ട് ആക്കി കളയുന്നു. എല്ല് പോലും കാണാനില്ല. എല്ലാം ആസിഡിനകത്തിട്ട് എല്ലാം ഉരുക്കി കളയുക എന്നുള്ളത്. അല്ലെങ്കിൽ വെട്ടി നുറുക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും, അല്ലെങ്കിൽ കുക്കറിനകത്തിട്ട് അവിച്ച് കളയുന്നുള്ളതാണ്. പിന്നെ പുതിയ ഐഡിയാസ് സിനിമയിൽ കാണുന്നുണ്ടല്ലോ, പുതിയ ഐഡിയാസ് ആൾക്കാർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയിൽ അതിൽ ആ സിനിമ കണ്ടിട്ട് വേറൊരാൾ അതേപോലെ ചെയ്തു എന്നുള്ളതാണ്. ഈ ആക്സിഡൻ്റ് ഐഡിയ ഒരാൾക്ക് ഒരു സിനിമയിൽ നിന്ന് കിട്ടിയതാണ് പറഞ്ഞു. എന്നിട്ട് അതേപോലെ ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ ആസിഡിൽ ഉരുക്കി ശൂന്യമാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഒരാളുണ്ടെന്ന് പോലും ഇല്ലാതൊക്കെ, അതിൻ്റെ ബോഡി പോലും കിട്ടാനില്ല എന്നുള്ളത്. അത് എത്രയോ വർഷം, 10-12 വർഷം ഒന്നിച്ച് ജീവിച്ച ഭാര്യയും ഭർത്താവും ആ സ്വന്തം ഭാര്യയെ വെട്ടി നുറുക്കി ആസിഡിൽ കാണാനില്ല. എന്നിട്ട് മക്കൾ അവിടെ സ്മെല്ലടിക്കുന്നു. മക്കൾ പറയുന്നു, എന്തോ അച്ഛാ ഇങ്ങനെ സ്മെല്ല്? അത് മോനെ എന്തോ അപ്പുറത്തെ വീട്ടിൽ എന്തോ ആണ് ഇതാണെന്ന്. എന്നിട്ട് കുറച്ചു മുമ്പേ സ്മെല്ല് സഹിക്കാൻ പറ്റാതെ അയൽവാസികരൊക്കെ വന്നിട്ട് ചോദിച്ചു, എന്തുവാണ് ഇവിടെ എന്തോ നടക്കുന്നത് പറയുമ്പോൾ നമ്മൾ മട്ടൺ സൂപ്പ് ഉണ്ടാക്കുവാണ്, ആട്ടിന്റെ തലയിട്ട് പുഴുങ്ങുവാണ്. ആട്ടിൻ തലയല്ല, സ്വന്തം ഭാര്യയുടെ തല കുക്കറിനകത്തിട്ട് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആള്. ഒരു മിലിറ്ററിക്കാരൻ, എക്സ് മിലിറ്ററി. നാരായണ, ഇത് ഈ വർഷം നടന്ന സംഭവമാണ്. ഈ വർഷം, ദിസ് ഇയർ. അത് നമ്മുടെ മലയാളത്തിലെ ഒരു സിനിമ കണ്ടിട്ട് ഇൻസ്പിറേഷൻ കൊണ്ട് ഒരാൾ കണ്ടുപിടിച്ച ഒരു പ്രോസസ്സാണ്. അവിച്ച ആൾക്കാരെ ഇല്ലാതാക്കും, എല്ലാ തെളിവുകളും നശിപ്പിക്കും. നാരായണ. അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് സമാധാനം, എന്ത് സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ 4,27,000 വർഷം എന്തിനാണ് എനിക്ക് അറിഞ്ഞൂടാ. ഈ 5,000 വർഷം കഴിഞ്ഞപ്പോഴേ എനിക്ക് തൃപ്തിയായി സത്യം പറഞ്ഞാൽ. നമ്മൾ ആശ്രമവും പ്രചരണവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പുറം ലോകത്ത് എത്താണെന്ന് അറിയുന്ന പോലും ഇല്ല. പുറം ലോകത്ത് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോഴുണ്ടല്ലോ,
നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാന്ന് ചിന്തിച്ചു പോവുകയാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ കാരുണ്യം ലഭിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം എന്തായിരുന്നു? നമ്മൾ ഇതേപോലെ കുക്കറിനകത്ത് ഇരുന്നേന്. ഞാൻ ചിരിക്കുകയാണ്, പക്ഷെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, സത്യം. എന്തുവാടെ, ഒരു ദിവസം കുക്കറിനകത്ത് സൂപ്പാവാൻ വേണ്ടിയാണോ നമ്മൾ ഇതൊക്കെ, ഇത് ഇതിനു വേണ്ടിയാണോ, ഇതും പ്രതീക്ഷ കൊണ്ടാണോ നമ്മൾ ഇതിനൊക്കെ വന്നത്, ഒരു വിവാഹം കഴിക്കുന്നതും ഒക്കെ. നാരായണ. പിന്നെ എന്ത് ബന്ധങ്ങളെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എവിടെ അമ്മ, എവിടെ കുഞ്ഞ്, എവിടെ ഭർത്താവ്, എവിടെ ഭാര്യ? ഇന്ന് ആരാണ് സുരക്ഷിതരായിട്ടുള്ളത്? മഹാരാഷ്ട്രയിൽ ഒരു സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി നിൽക്കുകയായിരുന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഈ ഇടയ്ക്ക് ജസ്റ്റ് റീസെന്റ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ ബസ് ഇതല്ല കേട്ടോ, ഇനി അപ്പുറത്ത് ഇരിപ്പുണ്ട് ബസ് എന്ന്. ആ കുട്ടിയെ കൊണ്ടുപോയി എല്ലാവരും കൂടെ നശിപ്പിച്ചിട്ടുള്ളത് ബസ് സ്റ്റോപ്പിൽ വെച്ച്. ആ കുട്ടി പാവം ജോലിയും കഴിഞ്ഞിട്ട് വരികയാണ്. നാരായണ. അതുകൊണ്ട് സത്യം പറഞ്ഞ നമ്മുടെ പൂനെയില് മഹാരാഷ്ട്രയിലെ ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു പാവം അമ്മ പറയുക, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ മരുഭൂമിയിലും ശ്മശാനത്തിലും മാത്രമാണ് സേഫ് ആയിട്ടുള്ളത്. ശ്മശാനം ആകുമ്പോൾ പിന്നെ ശവങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അതും കത്തിക്കരിഞ്ഞ ആൾക്കാരാണ്. പിന്നെ മരുഭൂമിയിൽ പിന്നെ പ്രത്യേകിച്ച് ജീവജാലങ്ങൾ ആരും ഇല്ലെന്ന്. ഇവിടെ മാത്രമാണ് സ്ത്രീകൾ സുരക്ഷിതരായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ഈ ലോകത്ത്, ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിയുമ്പോഴേ ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്നത്, നിങ്ങളെന്താ ഇതുവരെ സന്യാസം തമാശ പറഞ്ഞല്ല, എന്ത് കാണാനും കേൾക്കാനുമാണ് നിങ്ങൾ ഇപ്പോഴും ഈ ലോകത്ത് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഇനി എന്തെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ, ഇനി എന്തെങ്കിലും കേൾക്കാൻ ബാക്കിയുണ്ടോ? അന്നേരം ഇത്രയും കാലം നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉള്ളപ്പോൾ ഭക്തരെ വിളിക്കുമ്പോൾ സ്വാമിജി ഇതാണ് അതാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശരി, വീട്ടില് കുടുംബമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കും. ഇതെന്ത് കുടുംബമാണോ, എന്ത് വീടാണ് ഇത്? വീടാണോ, എന്തുവാണ് ഇത്? ഇതാണോ നാടെന്ന് പറയുന്നത്? ഇതാണോ? ഇതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഒരു സന്യാസമൊക്കെ എടുത്ത് ജീവിതവും ഭഗവാൻ വേണ്ടി സമർപ്പിക്കുന്നത്. ഈ മൃഗങ്ങൾക്ക് പോലും ആക്ഷേപമായിട്ടുള്ള മനുഷ്യമൃഗങ്ങളുടെ ഇടയിൽ എന്തിനു ജീവിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ് ഇങ്ങനെയുള്ള കേസ് കാണുമ്പോൾ, കേൾക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നുകയാണ്. നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കുന്നു പുറം ലോകത്ത്? എന്തിനു ജീവിക്കുന്നു പുറം ലോകത്ത് എന്ന് ഞാൻ ചോദിക്കാൻ അറിയാതെ ചോദിച്ചു പോവാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് കിടക്കാം. എന്തായാലും നമ്മുടെയൊക്കെ മഹാസൗഭാഗ്യം ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ പരമ്പരയിൽ വരാൻ പറ്റിയത്. എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂറിനെ പരീക്ഷിക്കാന്ന് വിചാരിച്ചു. അന്നേരം എങ്ങനെ ശ്രീവാസ് ഠാക്കൂർ അറിയാലോ, സാക്ഷാൽ എല്ലാവരും ഇനി ബാക്കി നെഗറ്റീവ്സ് എല്ലാം വിടും, ഇനി നമുക്ക് ഭക്തിയിലേക്ക് കിടക്കാം. പുറം ലോകം ഭയങ്കര ഡേഞ്ചറസ് ആണ് മക്കളെ. പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉള്ളു. ഇതൊക്കെ കേൾക്കുമ്പോഴും ഭ്രാന്ത് പിടിക്കുകയാണ്. എന്തുവാണ് ഈ ലോകത്ത്? വെറും വൃത്തികെട്ടല്ലോ. ഇവര് നിരീശ്വരവാദം കൂടുതൽ പ്രചരിപ്പിക്കുന്നു, അതിന്റെ റിസൾട്ടാണിത്. ഇന്നത്തെ ഓരോ ഡ്രഗ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കുട്ടികളൊന്ന് രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ മൃഗങ്ങളാണ്.
ഒരാൾ പറയുക, ഇന്നത്തെ കാലത്ത് ഡ്രഗ്സിൻ്റെ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു മൃഗങ്ങളാണെന്ന്. അവർക്ക് ആ ഡ്രഗ്സിൻ്റെ സമയമാകുമ്പോൾ അവർക്ക് എന്ത് കിട്ടിയാലും അവർ തിന്നുകൊണ്ടിരിക്കുമെന്ന്. സിഗരറ്റ് കൊടുത്താലും അതും ചവച്ച് തിന്നുമെന്ന്, പേപ്പർ കൊടുത്താൽ അതും തിന്നും, പ്ലാസ്റ്റിക് കൊടുത്താൽ അതും തിന്നുമെന്ന്. മൃഗങ്ങളാണ് അവരെന്ന്. അവരെ അതുകൊണ്ട് കൈയും കാലും ഒക്കെ കെട്ടി ഇങ്ങനെ ഇടണമെന്ന്. ഇടയ്ക്ക് ഒരാളെ ജയിലിനകത്ത് ഇട്ടപ്പോൾ ഇവിടെ ഭയങ്കര കൊതുവാന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പോലീസുകാരൻ അകത്ത് കൊതുതിരി കൊടുത്തപ്പോഴേ ആ കൊതുതിരി കുത്തുന്ന ആ കമ്പി ഉണ്ടല്ലോ, അത് വെച്ച് കൈ മൊത്തം വരിഞ്ഞ് കീറി രക്തം വന്നു. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ ദേഹത്ത് ഈ തല കൊണ്ട് ഭിത്തിയിലിടിക്കുക, വളരെ ഡേഞ്ചറസ് ലോകമാണ്. എനിവേ, അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കുക. പുറം ലോകം വളരെ ഡേഞ്ചറസ് ആണ്. ഭക്ത കൂട്ടായ്മ, ഇതൊക്കെയുള്ളൂ നമുക്ക് രക്ഷ. അവസാനം നമ്മൾ ആർക്ക് വേണ്ടി ഓടുന്നോ, എന്തിനു വേണ്ടി ഓടുന്നോ, എല്ലാം നഷ്ടമായി, നമ്മുടെ ജീവിതവും നഷ്ടമായിട്ട് പിന്നെ ഞാൻ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇത്രയും കാലം ജീവിച്ചു എന്നുള്ള ഒരു കുറ്റബോധത്തോടു കൂടി മരണത്തെ കാത്തു നിൽക്കുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമല്ല എന്ന് മനസ്സിലാക്കുക. അതിന് പകരം ശ്വാസമുള്ളിടത്തോളം കാലം എത്രത്തോളം നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ പറ്റുമോ, ജപിക്കാൻ പറ്റുമോ, സങ്കീർത്തനം ചെയ്യാൻ പറ്റുമോ, പ്രചരണം ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ. സത്യം പറഞ്ഞാൽ കുട്ടികളെ ഇന്നത്തെ കാലത്ത് പഠിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലേ. പഠിപ്പിച്ചിട്ടെല്ലാം ഇങ്ങനത്തെ ആൾക്കാർ രാക്ഷസന്മാരാണ് പുറത്തു വരുന്നത്. എല്ലാ കുട്ടികളും ഗീതയും ഭാഗവതവും ഒക്കെ പഠിച്ച് മനുഷ്യരായിട്ടെങ്കിലും ജീവിക്കുന്നതല്ല ഏറ്റവും നല്ലത്. ഭക്തരായില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അമ്മയും പെങ്ങളെങ്കിലും തിരിച്ചറിയാൻ കഴിയില്ല. മഹാഭാരതമൊക്കെ ഒന്ന് പഠിച്ചാൽ, രാമായണം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് വലിയ ഉദ്യോഗസ്ഥന്മാരാക്കാൻ നമ്മൾ ശ്രമിക്കുന്ന കുട്ടികളെ എന്ത് കിട്ടാനാണ്? ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം മാറ്റാം. സോറി, ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അത് പറയണ്ടായിരുന്നു, പക്ഷേ എങ്ങനെ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റും ഇതിലൂടെ, അല്ലേ? കണ്ണടച്ച് ഇരുട്ടാക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഇത് നടക്കുന്ന കാര്യങ്ങളാണ്. ഡേ ടു ഡേ, എവറി മൂമെൻറ്റ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എവിടേക്കോ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ന്യൂസ് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കിതൊന്നും ന്യൂസിൽ കൊടുക്കാൻ സമയമില്ല, താല്പര്യമില്ല. 100 കണക്കിന് കേസിൽ 1% കേസ് പോലും ന്യൂസിലൊന്നും വരുന്നില്ല. കാരണം ന്യൂസുകാർക്ക് പ്രത്യേക അജണ്ടയുണ്ടല്ലോ. അവരുടേതായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്, അവരുടേതായിട്ടുള്ള പല പല കാര്യങ്ങൾക്കും ചർച്ചകൾ, TRP റേറ്റിംഗ് കൂട്ടുക, വ്യൂസ് കൂട്ടുക. അന്നേരം എത്രയോ പേരുടെ ജീവിതമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നതറിയാം. ക്ഷമിക്കണം, ബാക്കി നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചർച്ച തുടരാം, അല്ലേ? എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ സമയം കളയേണ്ടത്? പക്ഷെ എന്നാലും നല്ല വിഷമമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം നമ്മുടെ ഭക്തർ ഇതിൻ്റെ മഹത്വം ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ഭക്തർ ഇപ്പോഴും അവരുടെ മായാലോകത്ത് ഇങ്ങനെ എന്തൊക്കെയോ പ്രതീക്ഷകളുമായിട്ട് ഇങ്ങനെ ജീവിക്കാന്നുള്ളത്. പക്ഷെ അവരറിയുന്നില്ല എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമവ്യവസ്ഥയെങ്കിലും ഒന്ന് സ്ട്രോങ് ആവണമെന്ന് ചിന്തിക്കുന്നു. എന്ത് കാര്യം പോലെ എല്ലായിടത്തും പ്രശ്നമാണ്. നമ്മൾ നന്നാവുക, നമ്മൾ കൂടുതൽ ഭക്തിയിൽ ഫോക്കസ് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് സന്ദേശം എത്തിക്കുക, രക്ഷപ്പെടട്ടെ, അല്ലാത്തവരുടെ കാര്യം പോക്കാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ചർച്ച തുടരാം. ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂറിനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അതായത് നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് ശ്രീവാസ് ഠാക്കൂർ എന്തായിരിക്കും ശ്രീവാസ് ഠാക്കൂറിൻ്റെ പ്രതികരണം എന്ന് ചിന്തിച്ചു.
എന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി. അപ്പോൾ ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞതെന്നറിയാം നിത്യാംപ്രഭുവിനെ കുറിച്ച് ശ്രീവാസ് ഠാക്കൂറിനോട്. ശ്രീവാസ്, നീ എന്തിനാണ് ആ നിത്യാനന്ദനെ വീട്ടിൽ കയറ്റുന്നത്? നിനക്കറിയാം ഏത് കുടുംബത്തിൽ നിന്നാണ് അവൻ വരുന്നതെന്ന്. അവൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അവൻ ഒരു അവധൂതനാണ്. ചില സമയത്ത് അവൻ കൊച്ചുകുട്ടിയെ പോലെ കാണിക്കും, ചില സമയത്താണെങ്കിൽ ഗംഗയിലെടുത്ത് ഒറ്റ ചാട്ടമാണ്. ഈ വ്യക്തിയെക്കുറിച്ച് നിനക്ക് വല്ലതും അറിഞ്ഞിട്ടാണോ നീ അവനെ വീട്ടിൽ കയറ്റുന്നത്? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നീ അവനെ വീട്ടിൽ കയറ്റണ്ട, നേരെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞു. അതുകൊണ്ട് നിത്യാനന്ദനെ ഇനി വീട്ടിൽ കയറ്റരുന്നു. ഉടനെ ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത് കേട്ടോ. എനിക്ക് നന്നായിട്ട് അറിയാം നിത്യാനന്ദ പ്രഭു അങ്ങേക്ക് എത്ര പ്രിയങ്കരനാണെന്ന്. പിന്നെ നിത്യാനന്ദ പ്രഭു എന്ന് പറഞ്ഞാൽ അങ്ങിൽ നിന്ന് വ്യത്യസ്തനുമല്ല. ഏതെങ്കിലും ഒരു ഭക്തന്റെ ഉള്ളിൽ കുറച്ചെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തൻ അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. പിന്നെ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് എന്ത് പറയാനാണ്? അദ്ദേഹം അങ്ങ് തന്നെയാണ്, അങ്ങയുടെ തന്നെ ഭക്ത അവതാരമാണ് നിത്യാനന്ദ പ്രഭു. അതുകൊണ്ട് നിത്യാനന്ദ പ്രഭു ഒട്ടും കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിത്യാനന്ദ പ്രഭുവിനെ. കാരണം സാക്ഷാൽ ഭഗവാനാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട് നിത്യാനന്ദ പ്രഭുവിനെ. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ് നിത്യാനന്ദനെ കുറിച്ച്. ഞാൻ നിന്നെ പരീക്ഷിക്കുമായിരുന്നു. നീ എന്തായാലും ആ പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ നീ ഒരുപാട് സന്തോഷിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. സാക്ഷാൽ ലക്ഷ്മി ദേവി ചിലപ്പം ഭിക്ഷ എടുക്കേണ്ടി വരും, പക്ഷേ നിന്റെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം വരത്തില്ലെന്ന്. എന്നിട്ട് പറഞ്ഞു, നിന്റെ വീട്ടിലെ എല്ലാവർക്കും, എന്തിനേറെ പറയുന്ന പട്ടിക്കും പൂച്ചയ്ക്കും കൊതുകിന് വരെ പരിശുദ്ധ ഭക്തിയും കൃഷ്ണപ്രേമം കിട്ടും. ചൈതന്യ മഹാപ്രഭുക്ക് ജയ. നമ്മൾ പ്രാർത്ഥിക്കണ ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിൽ ഒരു കൊതുവെങ്കിലും ആകാൻ പറ്റിയിരുന്നു. ചൈതന്യ മഹാപ്രഭുക്ക് ജയ. ചൈതന്യ മഹാപ്രഭു പറഞ്ഞ്, നിനക്ക് നിത്യാനന്ദ പ്രഭുവിൽ ഇത്രയ്ക്ക് വിശ്വാസമല്ലേ, അതുകൊണ്ട് നിന്റെ വീട്ടിലെ പട്ടി പൂച്ച എന്ത് പറഞ്ഞ കീടങ്ങള് കൊതുകുകൾ വരെ ഭക്തരായി മാറട്ടെ, കൃഷ്ണപ്രേമം ലഭിക്കട്ടെ. അതാണ് ഇവിടെ ഗുരു മഹാരാജ് പറയുന്നത്. നമുക്കും ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിലെ പട്ടിയെങ്കിലും ആകാൻ പറ്റിയാൽ മതിയായിരുന്നു. കാരണം അത്രയ്ക്ക് ശ്രീവാസ് ഠാക്കൂർ പ്രിയങ്കരാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഹരേ കൃഷ്ണ മഹാമന്ത്രം ഓരോ മാല ജപിക്കുന്നതിന് മുമ്പേ നമ്മൾ യാചിക്കുകയാണ്. എന്ത്? ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗർ ഭക്തവൃന്ദ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗർ ഭക്തവൃന്ദ. ഘോരമായ കലിയുഗമാണ് ചുറ്റും. നമുക്ക് ഒരേ ഒരു രക്ഷയുള്ളൂ, പഞ്ചതത്വം. ഈ 5 പേരല്ലാതെ നമ്മളെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാനാണ്. നിത്യാനന്ദ പ്രഭു സാക്ഷാൽ ഗുരുവാണ്. അദ്വൈത ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവതത്വമാണ്. ഗദാധർ പണ്ഡിറ്റ് എന്ന് പറയുന്ന ശ്രീമതി രാധാറാണി, ശ്രീവാസ് ഠാക്കൂർ ആ ഭക്തരുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് പഞ്ചതത്വരുടെ അനുഗ്രഹം ഇല്ലാതെ നമുക്കൊരിക്കലും ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ മാലയും ജപിക്കുന്നതിന് മുമ്പേ ഈ പഞ്ചതത്വ മന്ത്രം ജപിക്കണം.
ഈ പഞ്ചതത്വ മന്ത്രം ജപിക്കാതെ നമുക്കൊരിക്കലും ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയില്ല. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ സത്സംഗം പഠിക്കുന്നത്. ഇനിയും കുറേ ചർച്ച ചെയ്യാനുണ്ട്. ബാക്കി നാളെ നമുക്ക് ചർച്ച ചെയ്യാം. നാളെ രാവിലെ 6 മണിക്ക് ഗൗരഭാഗവതം ചർച്ച തുടരാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാംപ്രഭുവിൻ്റെയും അദ്വൈതാചാര്യരുടെയും ഗദാധർ പണ്ഡിറ്റിൻ്റെയും ശ്രീവാസ് ഠാക്കൂറിൻ്റെയും അനുഗ്രഹം കിട്ടട്ടെ. ഈ ഒരു ജന്മത്തിൽ തന്നെ ഈ നശിച്ച ലോകവും വിട്ട് പരംധാമമായ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.